ഡിഫൻസ് എക്സാംസിനും ഗവൺമെൻറ് എക്സാംസിനും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു തരം ക്വസ്റ്റ്യനാണിത്. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. In an examination, a student scores 4 marks for every correct answer and loses 1 mark for every wrong answer. If he attempts all 75 questions and secures 125 marks, then find the number of questions attempted correctly. ഒരു എക്സാമിനേഷന് സ്റ്റുഡൻറ്റ് ഒരു ശരിയുത്തരത്തിന് 4 മാർക്കും ഒരു തെറ്റുത്തരത്തിന് 1 മാർക്കും ലോസ് ആവുന്നുണ്ട്. ഒരു ശരിയുത്തരത്തിന് 4 മാർക്ക് ഗെയിൻ ചെയ്യുന്നുണ്ട്, ഒരു തെറ്റുത്തരത്തിന് 1 മാർക്ക് ലോസ് ആവുന്നുണ്ട്. അവൻ മൊത്തം 75 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു, 125 മാർക്സ് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻസിൽ എത്രണ്ണം ശരിയായിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ് കറക്റ്റ്ലി, കറക്റ്റായിട്ട് ചെയ്തതിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ 1 മാർക്ക് കുറയും. 75 ക്വസ്റ്റ്യൻസാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. 125 മാർക്സാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 75 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 75 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൽ കുറച്ചൊക്കെ ശരിയായിരിക്കും, കുറച്ചൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ എക്സ് എന്ന് വിളിക്കുന്നത് ശരിയായ ഉത്തരത്തിനാണ്, ശരിയായ ക്വസ്റ്റ്യൻസിനെയാണ്. അറ്റംപ്റ്റ് ചെയ്തതിൽ ശരിയായ ക്വസ്റ്റ്യൻസിനെയാണ്. അപ്പോൾ എക്സ് പറയുന്നത് കറക്റ്റ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് എത്രയായിരിക്കും? ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അത് 75 മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, ഇത് എക്സ് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. ഇത് രണ്ടും കൂടി കൂട്ടി എന്താവും? 75 ആവും, 75 ക്വസ്റ്റ്യൻസ് ആവും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണ്. ഇനി മാർക്സിൻ്റെ മോഡലിൽ പറയുമ്പോഴോ, മാർക്സിൻ്റെ ഒരു ശരിയുത്തരത്തിന് 4 മാർക്കാണ്. അപ്പോൾ ഈ എക്സിൻ്റെ പകരം എന്താകും? 4x എന്ന് വരും. അതേപോലെ ഇതെന്താവും? ഇത് 4x ആണോ? അല്ല, ഇത് തെറ്റുത്തരത്തിൻ്റെ കേസാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് കുറയും. അപ്പോൾ -1 മാർക്കാണ്. അപ്പോൾ എന്താവും? നെഗറ്റീവ് ഇൻറ്റു 75 മൈനസ് എക്സ് എന്താവും? ഇതിന് നമുക്ക് എന്തെഴുതാം? ഈ -75 മൈനസ് എക്സ് പറയുമ്പോൾ -75 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ്. ഇനി എന്താവും? എക്സ് മൈനസ് 75 നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇത് മാർക്സിൻ്റെ കേസിലാണ്. എക്സ് ക്വസ്റ്റ്യൻസിന് 4x മാർക്സ് ആയിരിക്കും. 75 മൈനസ് എക്സ് ക്വസ്റ്റ്യൻസിന് -75 മൈനസ് എക്സ് മാർക്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്കറിയാം ഈ 75 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ മാർക്സാണ് 125 മാർക്സ്. 75 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ മാർക്സാണ് 125 മാർക്സ്. ഈ 125 മാർക്സ് എന്ത് തന്നെയാണ്? ഈ 4xും ഈ എക്സ് മൈനസ് 75ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഈ 125 മാർക്സ്. ഇത് ശരിയായ ഉത്തരത്തിൻ്റെ കേസ് മാർക്സ്, ഇത് തെറ്റായ ഉത്തരത്തിൻ്റെ മാർക്സ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതല്ലേ ഈ ഒബ്റ്റെയിൻഡ് മാർക്സ്. അപ്പോൾ നമുക്ക് എഴുതാം 4x പ്ലസ് എക്സ് മൈനസ് 75 ഈസ് ഈക്വൽ ടു 125 എന്ന് എഴുതാം. 4xും എക്സും കൂടി കൂട്ടിയാൽ 5x, ഈ -75 അങ്ങോട്ട് പോകും. അപ്പോൾ പോസിറ്റീവ് 75 ആവും. അപ്പോൾ 125 പ്ലസ് 75, 5x ഈസ് ഈക്വൽ ടു എന്താവും? 200 എന്നാവും. എക്സ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 5, 40 എന്നാവും. അപ്പോൾ 40 എന്ന് നമുക്ക് വന്നു. ഈ എന്താണ് ഈ എക്സ്? കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കണ്ട, എക്സ് ഈസ് ഈക്വൽ ടു കറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം 40 ആണ്. അപ്പോൾ 40 നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ശരിയായിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്തതിൽ ശരിയായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.